ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ വേഗം വരുന്നുണ്ട്. എന്താ അനീഷേട്ടൻ ചെയ്യുന്നത്? ഞാൻ തക്കാളി കട്ട് ചെയ്യുക. എന്താ അനീഷേട്ടന് വിശക്കാൻ തുടങ്ങിയോ? എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും വേണോ? കോവയ്ക്കുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പുതിനയില ഉണ്ട് എന്ന്. എനിക്ക് കുറച്ച് പുതിനയില വേണം, പിന്നെ എനിക്ക് ഒരു കോവയ്ക്കയും വേണമെന്ന് പറഞ്ഞ് കോവയ്ക്ക എടുത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വേണമെങ്കിൽ ഈ സോസും കൂടെ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഞാൻ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു ഉള്ളി തരുമെന്ന് വയ്ക്കുന്നുണ്ട്. ഉള്ളിയൊന്നും ഇല്ല ചേട്ടാ, നാളെ ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ, പിന്നെ നമുക്ക് ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കണ്ടേ, അതിനൊക്കെ വേണ്ടേ, ഇന്ന് രാത്രി നമുക്ക് ഉണ്ടാക്കണം, ആകെ കുറച്ച് സവാളയേ ഉള്ളൂ. സവാള എവിടെയാണ് അനുമോളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അത് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടനോട് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എവിടെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അനീഷേട്ട, അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് വയ്ക്കുന്നുണ്ട്. അനുമോൾ ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് സവാള എടുത്തിടാനാണ്. ഇത് നോക്ക് ചേട്ടാ, ഇത്ര സവാളയേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂല്ലേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കറി വെക്കാൻ തന്നെ തികയുള്ളൂ, അതല്ലേ ഞാൻ പറയുന്നേ, അത് പറയുന്നവർക്ക് അങ്ങോട്ട് മനസ്സിലാവണ്ടേ. സോറി എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷേട്ടൻ ഇതൊന്ന് എനിക്ക് ഈ കവറിലേക്ക് ഇട്ട് തരുമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനുമോൾ ആ കവറിനകത്ത് മൊത്തം സവാള എടുത്ത് കെട്ടി, ചേട്ടാ ഇതെനിക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം എന്ന് പറയുന്നുണ്ട്. ഫ്രിഡ്ജിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അനീഷ് പറയേണ്ടത് അത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, അങ്ങനെയാകുമ്പോൾ എല്ലാവരും വേഗം വന്ന് എടുത്തുകൊണ്ട് പോകും, ഇവിടുത്തെ ഓരോ അവസ്ഥകൾ എന്ന് പറയുന്നുണ്ട്. അന്ന് ചേട്ടൻ എനിക്കൊരു ഐഡിയ പറഞ്ഞതാന്ന് അനുമോൾ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ കവർ കെട്ടിയിട്ട് വന്നിട്ടുണ്ട്, ചേട്ടൻ എന്നാൽ ഇതിൻ്റെ മേലെ എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ തന്നെ ചെയ്യണോ? അല്ലാതെ പിന്നെ ഇത് എനിക്ക് വേണ്ടി കഴിക്കാനല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ഇത് പോയി ഇനി ആരോടും പോയി പറയരുത് കേട്ടോ ഇവിടെ വെച്ചതെന്ന് അനീഷിനോട് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ വേഗം തന്നെ ഇത് സലാഡ് എടുത്ത് കഴിച്ചോ, ഇനി ഇത് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന് ഓരോരുത്തർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനെ ശരിയാക്കുന്ന അനുമോൾ പറയുന്നുണ്ട്.